കയീനിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. കയീന് ഏറ്റവും കോപമുണ്ടായി, അവൻ്റെ മുഖം വാടി. എന്നാൽ യഹോവ കയീനോട്, നീ കോപിക്കുന്നത് എന്തിന്? നിന്റെ മുഖം വാടുന്നത് എന്ത്? നീ നന്മ ചെയ്യുന്നുവെങ്കിൽ നിനക്ക് പ്രസാദമുണ്ടാകുകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ? പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിങ്കലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണം. നോക്ക്, പാപം ഒന്നാമത് അവിടെ പറയുന്നത്, നീ കോപിക്കുന്നത് എന്തിന്? നിന്റെ മുഖം വാടുന്നത് എന്ത്? നീ നന്മ ചെയ്യുന്നുവെങ്കിൽ എനിക്ക് പ്രസാദമുണ്ടാകുകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ? പാപം വാതിൽക്കൽ കിടക്കുന്നു. അപ്പോൾ നന്മയുടെ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ, അതായത് ദൈവ പ്രസാദത്തിൻ്റെ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ പാപത്തിന് നമ്മളോട് ഒരു പരിധിവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാൽ നന്മയുടെ ലോകത്തുനിന്ന് മാറുമ്പോഴാണ് ഈ പ്രലോഭനത്തിൻ്റെ ശക്തി കൂടുതൽ വരുന്നത്. നീ നന്മ ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ പതുങ്ങിക്കിടക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ലയത്ത് അറ്റ് ദ ഡോർ ഓർ കൗച്ച് അറ്റ് ദ ഡോർ. അവിടെ പതുങ്ങിക്കിടക്കുകയാണ്. പാപത്തിൻ്റെ പ്രത്യേകതയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട്, പാപം ഭയങ്കര അട്രാക്റ്റീവ് ആയിരിക്കും, പാപം ഒരു ചൂണ്ട പോലെയാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പ്രലോഭനം അങ്ങനെയാണ്, അത് പതുങ്ങിക്കിടക്കുകയാണ്. അതായത് രാവിലെ കേട്ട ഒരു കാര്യമുണ്ടല്ലോ, എന്താ സ്പർജൻ പറഞ്ഞ കാര്യം, കുരച്ച് അല്ലെങ്കിൽ അലറിക്കൊണ്ട് വരുന്ന ഒരു സിംഹത്തേക്കാൾ അപകടകാരിയാണ് ഉറങ്ങിക്കിടക്കുന്ന ഡെവിൾ എന്ന് പറഞ്ഞതുപോലെ ഈ പാപം നമ്മളോട് കുരച്ചോണ്ട് വരികയാണെന്നെങ്കിൽ വലിയ പ്രശ്നമില്ലായിരുന്നു, നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. പക്ഷേ ഇതെന്താണെന്നറിയാമോ? ഇറ്റ് കൗച്ച് അറ്റ് യുവർ ഡോർ സ്റ്റെപ്പ്. ചില വീട്ടിൽ ചില പട്ടിയുള്ള വീടുകളിൽ, അപ്പം ചില പട്ടിയുണ്ട്, റോഡിൽ കൂടെ ആരെങ്കിലും പോവുകയാണെങ്കിലും കുരച്ചോണ്ട് വരും. റോഡിൽ കൂടെ പോയാൽ മതി, ആ അയൽവക്കത്തോട് ഒരാൾ പോയാലും എന്ത് ചെയ്യും? കുരച്ചോണ്ട് വരും. എന്നാൽ ചില പട്ടിയുണ്ട്, റോഡിൽ കൂടെ ആരെങ്കിലും പോയാലൊന്നും അതിന് പ്രശ്നമില്ല, പക്ഷേ ഗേറ്റ് തൊട്ടാൽ കുരയ്ക്കും, അല്ലേ? ചില പട്ടി അങ്ങനെയുമില്ല, ഗേറ്റ് തുറന്നാലും കുരയ്ക്കത്തില്ല, ഇങ്ങനെ പതുങ്ങി കിടക്കും. ഗേറ്റ് തുറന്ന് ഇതകത്തായിരിക്കും, ഡോർ സ്റ്റെപ്പിൽ കിടക്കുകയായിരിക്കും, ആ ഡോറ് തുറന്നു കഴിയുമ്പോൾ ഒറ്റ ചാട്ടവും ഒരു കടിയും കൂടെ. അതുപോലെയാണ് പാപം, പ്രലോഭനങ്ങൾ അതുപോലെയാണ്. പ്രലോഭനം വരുന്നെന്ന് പറഞ്ഞ് നോട്ടീസ് സന്ദേശമൊന്നും വരുത്തൊന്നുമില്ല. നമ്മുടെ ചിന്ത ഒരു നോട്ടീസ് സന്ദേശം വന്നാലെങ്കിൽ നമുക്കൊന്നുകൂടെ ഒന്ന് അലേർട്ടായിരിക്കാവുന്ന, അങ്ങനൊന്നും നോട്ടീസ് സന്ദേശമല്ല പ്രലോഭനം വരുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ്. പ്രലോഭനങ്ങളെ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചോണം. കാര്യം അത് നോട്ടീസ് തന്നിട്ടല്ല വരുന്നത്, അത് ഇറ്റ് കൗച്ച് അറ്റ് യുവർ ഡോർ സ്റ്റെപ്പ്. അത് പതുങ്ങിക്കിടക്കുന്നു. നീ എന്ത് ചെയ്യണം? യു നീഡ് ടു മാസ്റ്റർ ഇറ്റ്. നീ അതിൻ്റെ ആഗ്രഹം, അതിന് മുമ്പ് പറയണം, അതിൻ്റെ ആഗ്രഹം നിന്നോടാകുന്നത്. ഇതൊരു വലിയൊരു ഫാക്റ്റാണ്. നമുക്ക് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും എനിക്ക് പാപം ചെയ്യാനുള്ള ആഗ്രഹമുണ്ടെന്ന്. അത് ശരിയാണ്. ആ പാപം ചെയ്യാനുള്ള നിങ്ങളുടെയോ എൻ്റെയോ ആഗ്രഹത്തെക്കാൾ ഉപരി പാപത്തിന് എന്നെ വിഴുങ്ങാനുള്ള ആഗ്രഹമുണ്ട്. അതിൻ്റെ ആഗ്രഹം നിന്നോടാകുന്നെന്ന്. പ്രിയമുള്ളവരെ, നമ്മളെ കീഴ്പ്പെടുത്താനായിട്ട് പാപം നോക്കി നടക്കുകയാണ്. ആ സമയത്ത് നമ്മളെന്താ ചെയ്യേണ്ടത്? അതിൻ്റെ ആഗ്രഹം നിന്നോടാകുന്നു, നീ അതിനെ കീഴടക്കണം. അല്ലാതെ അതിനോടൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു സമീപനം എടുക്കാൻ പാടില്ല. പ്രലോഭനത്തോട് സോഫ്റ്റ് ആകാൻ പാടില്ല, പാപത്തോട് സോഫ്റ്റ് ആകാൻ പാടില്ല. ഇന്നത്തെ ഒരു വലിയ പ്രോബ്ലം എന്ന് പറയുന്നത്, ഇന്നത്തെ തലമുറ പാപത്തോട് സോഫ്റ്റാണ്. പാപം ഒന്നും ഒരു വലിയ വിഷയമായിട്ട് അവരെടുക്കുന്നില്ല. അത് സാരമില്ല, ഐ ക്യാൻ ഹാൻഡിൽ, ഐ ക്യാൻ മാനേജ് എന്നുള്ളൊരു ചിന്തയാണ്. നോ, പാപത്തോട് നമ്മൾ ഒരിക്കലും സോഫ്റ്റ് ആകാൻ പാടില്ല. അതിനെ മാസ്റ്റർ ചെയ്യണം, അതിനെ കീഴടക്കണം. കീഴടക്കി ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? അത് നിന്നെ കീഴടക്കും. ഈ പതുങ്ങിക്കിടക്കുന്ന പാപത്തെ നീ കീഴടക്കുന്നില്ലെങ്കിൽ നിന്നെ അത് കീഴടക്കുമെന്നാണ് പറയുന്നത്. യു നീഡ് ടു മാസ്റ്റർ ഇറ്റ് ഓർ ഇറ്റ് വിൽ മാസ്റ്റർ യു. അതുകൊണ്ട് പ്രലോഭനങ്ങളോടുള്ള നമ്മുടെ ഇടപെടലുകളിൽ നമ്മൾ തീർച്ചയായും ഭയങ്കര അലേർട്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. നമ്മളെ തന്നെ സൂക്ഷിക്കണം എന്നുള്ളതാണ്. നമ്മളെ തന്നെ നമ്മൾ സൂക്ഷിച്ചാലേ പറ്റുള്ളൂ. 39-ാം സങ്കീർത്തനത്തിൽ അതിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, 39 സങ്കീർത്തനം 39 വേഴ്സ് 1, നാവുകൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എൻ്റെ മുമ്പിലിരിക്കുമ്പോൾ എൻ്റെ വായ് കടിഞ്ഞാണിട്ട് കാക്കുമെന്നും ഞാൻ പറഞ്ഞു. നാവുകൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കും. എനിക്കും കൂടെ ഉത്തരവാദിത്വം ഉണ്ടെന്ന്. നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മൾ ദൈവഭയം ഉണ്ടായിരിക്കണം, ദൈവവചനം അഭ്യസിക്കണം. കാര്യമെല്ലാം ശരിയാണ്, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. എന്നാൽ നമ്മൾ അതേപോലെ തന്നെ അലേർട്ടായിരിക്കണം, നമ്മൾ സൂക്ഷിക്കണം. ഇക്കാര്യത്തിൽ നമ്മൾ സൂക്ഷിച്ചാലേ പറ്റുള്ളൂ. എന്നെ ദൈവം സൂക്ഷിക്കുമെന്ന് മാത്രം പറഞ്ഞിരുന്നൊരു കാര്യമില്ല. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്താലേ പറ്റുള്ളൂ. എന്താണ്? ഒന്ന്, നമ്മളുടെ ഇറ്റ് ഈസ് ബിയോണ്ട് അവർ കപ്പാസിറ്റി. അത് ഞാൻ സമ്മതിച്ചു, നമ്മളുടെ കപ്പാസിറ്റിക്ക് അപ്പുറത്താണ്. പക്ഷേ എൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാം ഞാനങ്ങ് ചെയ്തു കഴിഞ്ഞിട്ട് ദൈവം എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. പൂർണ്ണമായ ദൈവാശ്രയം ആവശ്യമുണ്ട്. അതേപോലെ തന്നെ എനിക്ക് അവിടെ എഴുതിയിരിക്കുന്ന വാക്ക്, നാവ് കൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കും. എനിക്ക് സൂക്ഷിക്കണം. ഏത് വഴിയായി നടക്കുന്നതിനുള്ളതിനെ കുറിച്ച് എനിക്കൂടെ ഒരു ബോധ്യം ഉണ്ടായിരിക്കണം. നാവ് കൊണ്ട് എന്താ ഞാൻ പറയുന്നെന്നുള്ളത് എനിക്കറിയണം. ഞാൻ എൻ്റെ നാവ് സൂക്ഷിക്കണം, വഴി സൂക്ഷിക്കണം. കാര്യം ഇത് വഴുവഴുപ്പുള്ള ഒരു വഴിയാണെന്നുള്ളത് മറന്നു പോകരുത്. ഈ വഴുവഴുപ്പുള്ള വഴിയിൽ വീണു പോകാതിരിക്കാനായിട്ട് ഞാൻ തീർച്ചയായും എന്നെ തന്നെ സൂക്ഷിച്ചാലേ പറ്റുള്ളൂ.
ഗലാത്യ ലേഖനത്തിൽ വരുമ്പോൾ അതിൻ്റെ 6-ാമത്തെ അധ്യായത്തിൽ സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയാൽ ആത്മികരായ നിങ്ങൾ അങ്ങനെയുള്ളവരെ സൗമ്യതരെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവിൻ, നീയും പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. വാണിങ്സ് ആയിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം. അല്ല ഇതെല്ലാം ദൈവം സൂക്ഷിച്ചോളും, നിങ്ങളല്ല. ശരിയാണ്. പക്ഷേ വേദപുസ്തകം ഇപ്പോൾ ഈ കൃപയുടെ പാർട്ടികളെന്ന് പറയുന്നവർ അവർ പറയുന്നൊരു കാര്യമുണ്ട്, നമുക്കൊന്നും ചെയ്യാനില്ല. ഓൾഡ് ടെസ്റ്റമെൻറ്റിൽ ഡു എന്ന് പറയുമായിരുന്നു, എന്നാൽ ന്യൂ ടെസ്റ്റമെൻറ്റിൽ അങ്ങനെ ഇല്ല. ഇറ്റ് ഇസ് ഡൺ. ജോസഫ് പ്രിൻസ് പറയുന്നതാണ്. പക്ഷെ അങ്ങനെയാണോ വേദപുസ്തകത്തിൽ? ന്യൂ ടെസ്റ്റമെൻറ്റിൽ എത്രയോ സ്ഥലങ്ങൾ അത് ചെയ്യുക ഇത് ചെയ്യുക ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. എന്താണ്? നീ സൂക്ഷിക്കുക. ആൻഡ് thou also lest thou also be tempted. നീ എന്ത് ചെയ്യണം? നിന്നെ തന്നെ നീ എന്ത് ചെയ്തോണം? സൂക്ഷിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നോക്കണ്ടെന്നല്ല പറഞ്ഞിരിക്കുന്നത്, നമ്മൾ സൂക്ഷിച്ചാലേ പറ്റുള്ളൂ. നമ്മൾ സൂക്ഷിക്കണം, തീർച്ചയായിട്ടും സൂക്ഷിക്കണം. അതുകൊണ്ട് മറ്റുള്ളവരെ നന്നാക്കുന്നതൊക്കെ നല്ലതാണ്. എന്നാൽ ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയാൽ ആത്മീകരായ നിങ്ങൾ അങ്ങനെയുള്ളവരെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവിൻ. നമ്മളത് ചെയ്യണം. പക്ഷെ ചെയ്യുന്ന കൂട്ടത്തിൽ നീയും എന്ത് ചെയ്തോണം? നിന്നെ തന്നെ സൂക്ഷിച്ചോണം. എനിക്കറിയാവുന്ന ആളുകളുണ്ട്, ഡ്രഗ് അഡിക്സിനിടയ്ക്ക് വർക്ക് ചെയ്യാൻ പോയി ഡ്രഗ് അഡിക്സ് ആയിട്ടുള്ളവരുണ്ട്. ഐ എം നോട്ട് ജോക്കിംഗ്, ഹൃദയവേദനയോടെ ഞാൻ പറയുന്ന കാര്യമാണ്. കൗൺസിലിങ്ങിന് പോയ പെങ്കൊച്ചിനെയും കൊണ്ട് അടിച്ചു മാറ്റി കല്യാണം കഴിച്ചിട്ട് പോയ സംഭവം ഉണ്ടായിട്ടുണ്ട്. കുടുംബ പ്രശ്നം തീർക്കാൻ കൗൺസിലിങ്ങിന് പോയതാണ്. സഹാനുഭൂതി അങ്ങ് തോന്നി. ഈ പെങ്കൊച്ചിനെ ഭർത്താവ് ഉപദ്രവിക്കുന്നൊക്കെ കണ്ടെങ്കിൽ സഹാനുഭൂതി തോന്നി അവളെ അങ്ങ് ഒളിപ്പിന് അവളോട് അങ്ങ് പോയി. ഇതെല്ലാം സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് കർത്താവിൻ്റെ വചനം കൃത്യമായിട്ട് പറയുകയാണ്. കർത്താവിൻ്റെ വചനം ഈ കാര്യങ്ങളിലൊക്കെ ഇതൊക്കെ നമ്മൾ ഇന്നലെ പറയുന്നത്, ഇതൊക്കെ പറയുന്നതിന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നതാണ്. ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയാൽ ആത്മീകരായ നിങ്ങൾ അങ്ങനെയുള്ളവരെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവിൻ, എന്നാൽ നീയും പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. നമ്മളും സൂക്ഷിക്കണം. അടുത്തതായിട്ട് ഒരു ടോട്ടൽ സബ്മിഷൻ ആവശ്യമുണ്ട്. നമ്മൾ പരീക്ഷയിൽ പെട്ടുപോകാതിരിക്കണമെങ്കിൽ ഒരു ടോട്ടൽ സബ്മിഷൻ. യാക്കോബിന്റെ ലേഖനത്തിന് തന്നെ 4-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ, ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പുവിൻ. ദൈവത്തിന് കീഴടങ്ങുവിൻ. നമ്മൾ പാപങ്ങളിൽ പെട്ടുപോകാതിരിക്കണമെങ്കിൽ നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് കഴിയില്ല, നമ്മൾ ആദ്യം പറയാം. അതുകൊണ്ടാണല്ലോ പ്രാർത്ഥന തന്നെ എന്തുകൊണ്ടാണ് ആവശ്യമായിരിക്കുന്നത്? നമുക്ക് തന്നെ ചെയ്യാൻ കഴിയുമായിരുന്നെങ്കിൽ പ്രാർത്ഥിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഇല്ല. നമുക്ക് തനിയെ ഈ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചേ പറ്റുകയുള്ളൂ. നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽക്കുവിൻ. 6-ാമത്തെ വാക്യം കൂടെ വായിക്കുമ്പോൾ, എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു, അതുകൊണ്ട് ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ. ഈ കാര്യത്തിൽ എനിക്ക് ദൈവകൃപ ആവശ്യമുണ്ട്. ഞാൻ ഇമ്മ്യൂണല്ല. 41-ാമത്തെ വർഷമാണ് കർത്താവിനെ സ്വീകരിച്ചിട്ട്. പക്ഷേ 41 വർഷത്തിന് ശേഷവും ഇന്നും പ്രലോഭനങ്ങളോട് ഞാൻ ഇമ്മ്യൂണൊന്നുമല്ല. എനിക്ക് എന്തുണ്ടെങ്കിലേ പറ്റുള്ളൂ? ദൈവകൃപ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ആ ദൈവകൃപ എനിക്ക് കിട്ടണമെങ്കിൽ ഞാൻ നിഗളിച്ചിട്ട് കാര്യമില്ല. കാര്യം ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. ഞാൻ പറയാണ്, ബ്രദറെ, പണ്ടൊക്കെ എനിക്ക് പ്രലോഭനങ്ങളൊക്കെ ചെറിയ പ്രയാസമായിരുന്നു, പക്ഷെ ഇപ്പോഴങ്ങനൊന്നുമല്ല, ഞാൻ വളരെ അതിനോടൊക്കെ എന്നെനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ കൃപ എനിക്ക് അനുഭവിക്കാൻ കഴിയത്തില്ല. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന് കീഴടങ്ങുവിൻ. ദൈവത്തിന് കീഴടങ്ങുവിൻ എന്ന് പറയുമ്പോൾ ടോട്ടലായിട്ട് ദൈവത്തോടുള്ള ഒരു കീഴടങ്ങേണ്ട ആവശ്യമുണ്ട്. റോമാലേഖനത്തിൽ അത് എൻ്റെ ശരീരവും മനസ്സും എല്ലാം, എൻ്റെ അവയവങ്ങൾ, റോമർ 6-ാം അധ്യായത്തിൽ അതിൻ്റെ 12-13 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത്. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുവിൻ. എൻ്റെ ഓരോ ശരീരത്തിൻ്റെ അവയവങ്ങളെയും എണ്ണി കർത്താവിന് സമർപ്പിച്ചാലേ എനിക്ക് ഈ പ്രലോഭനങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. എൻ്റെ കണ്ണുകളെ ദൈവത്തിന്, അത് അവയവങ്ങൾ എന്ന് പറയുമ്പോൾ എൻ്റെ കണ്ണുകൾ, എൻ്റെ ചെവി, എൻ്റെ കയ്യ്, എൻ്റെ കാല്, എൻ്റെ ജീവിതം, എൻ്റെ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളെയും, കാര്യം ഈ എല്ലാ അവയവം കൊണ്ടും എനിക്ക് പാപം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിൻ്റെ പാപം, അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത്. ഞാൻ എന്ത് ചെയ്യുകയാണ്? എൻ്റെ ഓരോ അവയവവും പറഞ്ഞിട്ടുണ്ട്, കർത്താവ് എൻ്റെ ഈ വിരലുകൾ നിനക്കുള്ളതാ, എൻ്റെ കൈ നിനക്കുള്ളതാ, എൻ്റെ കാല് നിനക്കുള്ളതാ, ഇറ്റ് ബിലോങ്സ് ടു യു. എൻ്റെ ഓരോ അവയവത്തെയും എന്നിട്ട് ഞാൻ പറയാണ്, ഈ കൈ കൊണ്ട് ഞാൻ പാപം ചെയ്യത്തില്ല, ഈ കാലുകൊണ്ട് ഞാനൊരു പാപം പ്രവൃത്തി ചെയ്യാൻ നടന്നു പോകത്തില്ല, ഈ കണ്ണുകൊണ്ട് ഞാനൊരു പാപം ദർശിക്കത്തില്ല, ഈ ചെവി കൊണ്ട് ഞാനൊരു ബാഡ് മ്യൂസിക് കേൾക്കത്തില്ല. ഓരോ അവയവങ്ങളെയും ദൈവത്തിന് സമർപ്പിക്കുവിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന് കീഴടങ്ങുവിൻ എന്ന് പറയുമ്പോൾ സമർപ്പിക്കുകയാണ്. അല്ലാതെ ഒരു കണ്ടസ്റ്റ് നടന്നിട്ട്
വഴക്കുണ്ടാക്കി, രണ്ടുപേരും കൂടെ വഴക്കുണ്ടാക്കിയിട്ട് കീഴടങ്ങുന്ന കാര്യമല്ല ഇവിടെ പറയുന്നത്. ദൈവത്തിന് എന്നെ കീഴടക്കാൻ അങ്ങനെ നോക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എന്താണ് കീഴടങ്ങുക എന്ന് പറയുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? ഇറ്റ് ഈസ് ടോട്ടൽ സബ്മിഷൻ, പൂർണ്ണമായുമുള്ള സമർപ്പണം. പ്രിയമുള്ളവരെ, പ്രലോഭനങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ ആകമാനമായിട്ടൊരു ഉഴപ്പി പ്രാർത്ഥന കൊണ്ടൊന്നും പറ്റത്തില്ല. എൻ്റെ കണ്ണും കാലും കരളും കൈയും മൂക്കും നാക്കും എല്ലാം ഓരോന്നോരോന്ന് എൻ്റെ വാ കൊണ്ട്, എൻ്റെ നാവ് പാപം ചെയ്യാതിരിക്കാൻ എൻ്റെ നാവ് ഞാൻ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കും. ഞാൻ ദൈവത്തിന് കൊടുത്തിരിക്കുകയാണ്, ഓരോ കാര്യങ്ങളും ഞാൻ ദൈവത്തിന് കൊടുത്തിരിക്കുകയാണ്. ദൈവത്തിന് കീഴടങ്ങുവിൻ. എന്നാൽ അതേസമയം അതിൻ്റെ ബാക്കിയായിട്ട് എന്താ പറയുന്നത്? ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പുവിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ടോട്ടൽ സബ്മിഷൻ ടുവേർഡ്സ് ഗാഡ് ആൻഡ് ടോട്ടലായിട്ട് പിശാചിനോട് എതിർത്ത് നിൽക്കുകയും അവനെ അടുപ്പിക്കാതിരിക്കുക, കൂട്ടിന് പോകരുത്. പലപ്പോഴും നമ്മൾ ഈ പ്രലോഭനങ്ങളിൽ വീണു പോകാനുള്ള കാര്യം എന്നറിയാമോ? നമ്മളൊരു കോംപ്രമൈസിന് പോകുന്നതുകൊണ്ടാണ്. ഒരു കോംപ്രമൈസിന് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും, അത് കുഴപ്പമില്ല, അതുമായിട്ടൊരു ചെറിയ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും സാരമില്ല, പിന്നെ നമ്മളായിട്ട് എന്തിനാണ് ഈ വഴക്കുണ്ടാക്കാൻ പോകുന്നത്, അവരൊക്കെ വലിയ വലിയ ആൾക്കാർ, അവർ പറയുന്നത് നമ്മളങ്ങ് കേട്ടങ്ങ് പോയാൽ പോലെ എന്നൊക്കെ ചിന്തിച്ച് പോയാൽ അങ്ങനല്ല. ഓരോരുത്തരും പ്രവർത്തിക്കുന്നത് പിശാചിനോട് എതിർത്ത് നിൽപ്പിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊമ്പും വാലും കൊണ്ട് വരുന്ന പിശാചിനോട് വഴക്കുണ്ടാക്കാനല്ലല്ലോ അതിൻ്റെ അർത്ഥം. ഈ പിശാചൊക്കെ എവിടെയാണ് പ്രവർത്തിക്കുന്നത്? ഓരോ വ്യക്തികളിലാണ് പ്രവർത്തിക്കുന്നത്. അത് ചിലപ്പോൾ ആത്മീകരായ വ്യക്തികളിൽ തന്നെ പ്രവർത്തിച്ചെന്നിരിക്കും. യേശു ക്രിസ്തുവിൻ്റെ കൂടെ നടന്ന് വലിയ വെളിപ്പാട് പ്രാപിച്ച് പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് പറഞ്ഞ് ഇത് വെളിപ്പെടുത്തിയത് നിന്റെ ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ പിതാവാണെന്ന് കർത്താവ് പറഞ്ഞു വായിന്ന് നാക്കെടുത്തിട്ട് നമ്മൾ മലയാളത്തിൽ പറയും. അതിനു മുമ്പ് അവൻ സാത്താൻ്റെ ജോലി